എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ശ്രീമതി ജസീന്ത മോറിസ്, കവയിത്രിയും അഭിനേത്രിയും മോഡലിങ്ങും നർത്തകിയും ഗായികയുമാണ്. ബഹുമാനിയായ ജസീന്ത മോറിസ് മേഡത്തിനും ആൻറ്റി ഡ്രഗ്സ് ആക്ടിവിസ്റ്റും വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ നാഷണൽ വൈസ് പ്രസിഡൻറ്റും CIG നാഷണൽ മെമ്പറും എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സരുൺ കുമാർ, കവയിത്രി ഡിവൈൻ ആർട്ട് സ്ഥാപക പ്രസിഡന്റ്, നിഴൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി, തിക്രുഷി ഫൗണ്ടേഷൻ ജോയിൻറ്റ് സെക്രട്ടറി, കേരളം സിന്ദൂരം സീരിയൽ മലയാള പരിഭാഷ തിരക്കഥാകൃത്ത്, ചലച്ചിത്ര അക്കാദമി റിപ്പോർട്ടർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീമതി രശ്മി ആർ ഊറ്ററ, നാടക സീരിയൽ നടനായ ശ്രീ B ഗോപകുമാർ സർ, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്ത വിഭാഗം മേധാവിയായ ശ്രീമതി സുനിത ശശി മാഡം എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 73 വർഷങ്ങൾ പിന്നിടുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡൻറ്റും പിൽക്കാലത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടത്തി വരുന്നത്. അതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, IT മേഖല, സോളാർ മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്ക് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് അവാർഡ് നൽകി ആദരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും സാഹിത്യ ലോകത്തുള്ളവരും മാധ്യമ മേഖലയിലുള്ളവരും ആരോഗ്യ മേഖലയിലുള്ളവരും അതുപോലെ കാർഷിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അതുപോലെ കരകൗശല മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപഹാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് BSSൻ്റെ സ്ഥാപക ദിനമാണ്. അതിനെ അനുസ്മരിക്കും വിധത്തിലാണ് എല്ലാ മാസവും 12-ാം തീയതി ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തി വരികയാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ക്ഷണിക്കുകയും ആദരപൂർവ്വം നിങ്ങളെ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ആദരവ് കൂടിയാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ നടക്കുന്ന ചടങ്ങിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഫോട്ടോകൾ ലഭിക്കാനായിട്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങളെല്ലാവരും മെയിൽ ID അയയ്ക്കുക. മെയിൽ ID കൂടിയാൽ മാത്രമേ ഫോട്ടോസ് അയച്ചു തരത്തുള്ളൂ. വീഡിയോ ലിങ്ക് വാട്സാപ്പ് ഇട്ട് തരുന്നതാണ്. അതുപോലെ ഞാനിന്നിവിടെ ഒരു രജിസ്റ്റർ ബുക്ക് കൊടുത്തിട്ടുണ്ട്. അവാർഡ് വാങ്ങിക്കാൻ വന്നവർ മാത്രം അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മെയിൽ ID യും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഒന്ന് എഴുതി
ബുക്കിൽ ബാക്കിയുള്ളവരോട് എഴുതി തരണം. കുറച്ച് പേര് ഇവിടെ എഴുതി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം ഭാരതീയ സമാജിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാറിനെ BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവர்களுം ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവர்களுം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവர்களுം ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ബാലേന്ദ്രൻ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ബഹുമാന്യരെ, ഭാരതീയ സമാജിൻ്റെ ദേശീയ ഉപഹാരമായ ഭാരത് സേവക് ഓണർ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി ഇപ്പം പറയുമ്പോൾ നമുക്കറിയാം, ഭാരതീയ സമാജിൻ്റെ ഏറ്റവും സമുന്നത പൊസിഷനിലേക്ക് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിത്വമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദയുടെയും അതിനുശേഷം സ്വാമി ഹരിനാരായണൻ്റെയും ശേഷം ഭാരതീയ സമാജിൻ്റെ ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള, കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ BS ബാലേന്ദ്രൻ സാറാണ് ഇന്ന് ഭാരതീയ സമാജിനെ ദേശീയ തലത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആ ഒരു ദീർഘവീക്ഷണത്തിലൂടെയാണ് ഭാരതീയ സമാജിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും പോകുന്നത്. ഭാരതീയ സമാജ് ഇന്ന് ഏറ്റെടുക്കുന്ന പ്രോഗ്രാം ഏതെന്നതിനേക്കാളും ഏറ്റെടുക്കാത്ത ഏതെന്ന് ചോദിക്കുന്നതായിരിക്കും സത്യം. ഏത് തലത്തിലുള്ള പ്രോഗ്രാം ആയാലും, അത് ജനങ്ങൾക്കിടയിലുള്ള പ്രോഗ്രാം ആയാലും അല്ലാത്ത മാനേജ്മെൻറ്റ് തലത്തിലുള്ള പ്രോഗ്രാം ആയാലും എന്തും ഏറ്റെടുത്ത് നടത്തുവാൻ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകരെ ഇത്രയും ശക്തരാക്കി മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം തന്നെയാണ്. നമ്മുടെ പ്രവർത്തകരെയെല്ലാം കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളമുള്ള ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകരെയെല്ലാം ഒരു കുടക്കീഴിൽ ഒരേപോലെ കൊണ്ടുപോകാനുള്ള ആ പ്രാഗൽഭ്യം തന്നെയാണ് ഭാരതീയ സമാജിൻ്റെ ഏറ്റവും വലിയ വിജയവും. ഏത് തരത്തിലുള്ള പ്രോഗ്രാമും ഇന്ന് ഏറ്റെടുക്കാൻ ഭാരതീയ സമാജ് തയ്യാറാണ്, സന്നദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭാരതീയ സമാജ് ഏതെല്ലാം മേഖലകളിലാണ് നോക്കുമ്പോൾ, തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ, മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ, IT ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ, പുതിയ യുഗത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് മേഖലയിൽ, മൈക്രോ ഫിനാൻസും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മേഖലയിൽ, അത് റിന്യൂവബിൾ എനർജി മേഖലയിൽ, അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ ഭാരതീയ സമാജ് കടന്നു വന്നിട്ടുള്ളത്, പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ, ഏത് മേഖലയിലെടുത്താലും പ്രവർത്തനങ്ങൾ ഏറ്റവും സക്സസ്ഫുള്ളായി നടത്താൻ പറ്റുന്നത് നമുക്ക് അറിയാം. നമ്മുടെ ഈ ലീഡർഷിപ്പിൻ്റെ കഴിവ് തന്നെയാണ്. ആ ലീഡർഷിപ്പ് നമ്മളെ നയിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടും അതുപോലെ ദീർഘവീക്ഷണവും അതുപോലെ ഈ ടീമിനെ ഒന്നായി കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയും എല്ലാം ആ കൈകളിലുള്ളത് കൊണ്ടാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഭാരതീയ സമാജിൻ്റെ പ്രിയങ്കരനായ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഭാരതീയ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ പങ്കെടുക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്നത് ഏകദേശം 63 വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഭാരത് സേവക് ഉപഹാരം വാങ്ങിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ മേഖലകൾ എന്ന് പറയുമ്പോൾ ഇതിൽ വന്നുപെടാത്ത മേഖലകളൊന്നും തന്നെയില്ല. ഓഗസ്റ്റ് 12-നാണ് ഭാരതീയ സമാജിൻ്റെ ഫൗണ്ടേഷൻ്റെ 1952 ഭാരതീയ സമാജ് രൂപീകൃതമായത്. ദേശീയ വികസന ഏജൻസി എന്ന നിലയിൽ പാർട്ടിസിപ്പേറ്ററി മൂവ്മെൻറ്റോടുകൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതായിരുന്നു ഭാരതീയ സമാജിൻ്റെ പ്രഥമമായ ലക്ഷ്യം. ആ ഭാരതീയ സമാജിൻ്റെ ഇന്നത്തെ ഈ
ഇവിടെ എത്തിയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഏതെല്ലാം തരത്തിലുള്ളവരാണെന്ന് ഞാനിവിടെ ബയോഡേറ്റ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫർസ സമാജ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടെത്തിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം തന്നെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം വ്യക്തിത്വങ്ങൾ ധാരാളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പലരും അവർ എത്രയാണ് എന്തൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ള അവർ തന്നെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവരുടെ നാട്ടിലുള്ളവരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ വ്യക്തികളും സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നത്. ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ട് നൽകി വരികയാണ്. അത് ഏത് മേഖലയിൽ നിന്നുള്ളവരായാലും അവരുടെ സംഭാവനകൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ദേശീയ തലത്തിലും അല്ലാതെയും ധാരാളം ഉപഹാരങ്ങൾ കിട്ടിയിട്ടുള്ളവരുണ്ട്. എന്നാലും ഉപഹാരങ്ങൾ കിട്ടാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുക എന്നുള്ളതാണ് ഭാരത് സേവ സമാജ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ഭാരത് സേവ സമാജിൻ്റെ ഉപഹാരം എന്ന് പറയുന്നത് ദേശീയ ലെവലിലുള്ളത്, ദേശീയ തലത്തിലുള്ള അംഗീകാരമാണ്. ഭാരത് സേവ സമാജിൻ്റെ ദേശീയ തലത്തിൽ നിന്നുള്ള അംഗീകാരമാണ്. ഈ ദേശീയ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരും കൂടുതൽ കർമ്മോന്മുഖരും അതുപോലെ തന്നെ സ്വന്തം മേഖലകളിൽ കൂടുതൽ പ്രവർത്തിയെടുക്കാൻ പ്രാപ്തരാകുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. കാര്യം മുൻപുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്കുള്ള കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് അത് അങ്ങേയറ്റം വ്യക്തമാണ്. ഓരോരുത്തരും അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രവർത്തന മേഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിച്ചെന്നും അതുപോലെ തന്നെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേക അംഗീകാരങ്ങൾ അവർക്ക് കിട്ടുകയും അതുപോലെ പിൻതലമുറയ്ക്ക് അവരെ ഒരു മാതൃകയാക്കാൻ അവർ പിൻതലമുറ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള ഈ ഓണർ സ്വീകരിച്ച വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തിത്വങ്ങളിലും അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നവൾ നമ്മളെവരും മനസ്സിലാക്കുന്നു. ഭാരത് സേവ സമാജ് അങ്ങനെ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഓണർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യും. ആദ്യം ഒറ്റ വാക്കിൽ സ്വാഗതം എല്ലാവർക്കും. ഇവിടെ എല്ലാവരുടെയും ബയോഡേറ്റ നോക്കുമ്പോൾ വളരെ നീണ്ട ബയോഡേറ്റയാണ് പലരുടെയും കിട്ടിയിട്ടുള്ളത്. ധാരാളം ഡിഗ്രികളുണ്ട്, വിദ്യാഭ്യാസപരമായി ധാരാളം കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പം സമയത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റിന് വേണ്ടി ഈ ബയോഡേറ്റ വായിക്കുമ്പോൾ ഞാൻ കുറച്ച് ബ്രീഫായിട്ടാണ് വായിക്കുന്നത്. കാരണം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വായിക്കാൻ പോകുമ്പോൾ സമയം ഒത്തിരി അധികരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ചുരുക്കിയിട്ടാണ് വായിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഭാരത് സേവ സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതുവരെ ഭാരത് സേവ ഓണർ കിട്ടിയിട്ടുള്ള ഓരോരുത്തരുടെയും വിശദാംശങ്ങൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റാണ് ഭാരത് സേവ സമാജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ നിന്ന് ഓരോരുത്തരുടെയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സമയപരിധി മൂലമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും സഹകരിക്കുക. ആദ്യമായി ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡോക്ടർ ജയപ്രകാശ് ഗുപ്ത. എല്ലാവരും വിളിക്കുമ്പോൾ ഓരോരുത്തർ യു ജസ്റ്റ് ടേൺ ടു ദ ഓഡിയൻസ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് നിൽക്കണം. കാര്യം ഓഡിയൻസിന് നിങ്ങളെ ഫേസ് ചെയ്ത് ഓഡിയൻസിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ബയോഡാറ്റ വായിക്കുമ്പോഴും എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, അതുകൊണ്ടാണ്. ഇത് ഹീസ് നേറ്റീവ് ഫ്രം ജാർഖണ്ഡിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ബൈ പ്രൊഫഷൻ ഈസ് ആൻ അഡ്വക്കേറ്റ്, എ ലോ പ്രാക്ടീഷണർ ആൻഡ് ആൻ ആർബിട്രേറ്റർ. ഈസ് ദ ഫോർമർ അസിസ്റ്റന്റ് പ്രൊഫസർ പാർട്ട് ടൈം ഓഫ് ചോട്ടാ നാഗ്പൂർ ലോ കോളേജ് റാഞ്ചി. Is a member of Legislative Assembly of Bihar. He was from 85 to 90. He was member Advocate Association Jharkhand High Court Ranchi since 1982. He is a non-resident member of Supreme Court Bar Association New Delhi 1984. He is fellow of Indian Council of Arbitration FICA, life member of Indian Law Institute New Delhi, member of India International Center New Delhi, life member All India Intellectual Conference New Delhi, trustee of Bihar Club Trust Ranchi, president of LP Vidyarthi Research Institute of Social Science Ranchi, patron Shilpi Yuva Sanketan Ranchi, former trustee of Durga Mandir Trust Ranchi, former member of Indian Red Cross Society Ranchi, former chairman Jharkhand High Court Legal Services Committee Ranchi. He is the author of so many books, and the major books are Customary Laws of the Munda and the Oron, Sovereignty, Sociality, Secular Democratic, 5th Schedule to the Constitution of India, 2021. Custom or Usage, having Force of Law series among the Scheduled Tribes of India in 17 volumes. He has written many articles on legal, academic, and social and political. He delivered lectures on different topics connected with law to the province and the nation.
He is recognized globally for studying and raising the problems of the indigenous people, including their rights on the global fora. He also worked on the Mongolian Spanish population of Mexico in anthropo-legal aspect and on Aztec calendar and on sunstone of Maya civilization. He also studied the legal rights of the indigenous people in their native place, migrated from Odisha and Chhattisgarh and settled in Andaman and Nicobar Island. So he is selected for the Bharat Sevak honor based on his legal activities and also the activities involved in the human rights protection, especially among the scheduled tribes and scheduled caste. Welcome, sir. You can sit there. അടുത്തത് ഡോക്ടർ റെജി മാത്യു. അസ്ഥിരോഗ വിഭാഗത്തിൽ ഏറെ പ്രശസ്തനായ ജനകീയ ഡോക്ടറാണ്. കട്ടാനം സെൻറ് തോമസ് മിഷൻ ആശുപത്രി ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റും ചീഫ് സർജനുമാണ്. 17,000-ഓളം അസ്ഥിരോഗ ശസ്ത്രക്രിയകൾ നടത്തി. COVID-19 സമയത്ത് ലോകം മുഴുവൻ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം 1000-ഓളം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. ഗോത്രവർഗ്ഗങ്ങൾ ഏറ്റുമുട്ടിയ മണിപ്പൂർ ജനതയ്ക്ക് സാന്ത്വനമായി കൂടെ നിന്ന് കുക്കിമേത്തി വിഭാഗങ്ങളെ തമ്മിൽ അനുനയിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകൻ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘമാണ് മണിപ്പൂരിൽ സഹായങ്ങൾ നൽകിയത്. തട്ടിക്കൊണ്ടുപോകലും തടഞ്ഞുവെക്കലും മൂലം ദുരിതാശ്വാസ പ്രവർത്തകർക്ക് യാത്ര നിഷേധിച്ചെടുത്താണ് ഡോക്ടറും സംഘവും കേരളത്തിലെയും മണിപ്പൂരിലെയും സർക്കാരുകളുടെ പിന്തുണയോടെ ദൗത്യ പ്രവർത്തനം ഏറ്റെടുത്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. ദുബായിലെ കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഔദ്യോഗിക ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ഇദ്ദേഹം. ഓർത്തോപീഡിക്സിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും സ്പോർട്സിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമവും 40 വയസ്സിന് മുകളിലുള്ള മുതിർന്ന കളിക്കാർക്കിടയിൽ ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ദൗത്യവുമാണ് ദുബായിലെ കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ്റെ അംബാസഡറാകാൻ കാരണം. ആരോഗ്യരംഗത്തും ആതുര സേവന രംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ചതുകൊണ്ട് ഉമ്മൻചാണ്ടി സ്മാരക ജനസേവന പുരസ്കാരവും ക്യാഷ് അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേശസേവന അവാർഡ്, അടൂർ YMCA വിമൻസ് ഫോറത്തിൻ്റെ ആദരവ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ രാജേന്ദ്രൻ, കോഴിക്കോട് ചേവയൂർ സ്വദേശി. വ്യക്തി വിവേകമെന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന് കോഴിക്കോട് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം നൽകി. 4 വർഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ചതിന് ശേഷം കോഴിക്കോട് സർവകലാശാലയിൽ അധ്യാപകൻ, സംസ്കൃത വിഭാഗ അധ്യക്ഷൻ, ഭാഷാ സാഹിത്യ ഫാക്കൽറ്റി ഡീൻ, NAC ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പാരീസിലെ ഉന്നത സാമൂഹ്യ ശാസ്ത്ര പഠന കേന്ദ്രം, പോണ്ടിസെ എഗലേനിയൻ സർവകലാശാല എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലും കേരള കലാമണ്ഡലത്തിലുമായി വിദേശികൾ ഉൾപ്പെടെ 24 ഗവേഷകർ ഇദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്താൽ സംസ്കൃതം, ശാസ്ത്രീയ കലകൾ എന്നിവയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം സംസ്കൃതം ഉപദേശക സമിതി അംഗം, കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, ഗവേഷണ സമിതി കൺവീനർ, ഡൽഹി ലാൽ ബഹദൂർ സംസ്കൃത സർവകലാശാല തിരുപ്പതി, സംസ്കൃത സർവകലാശാല, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല എന്നിവിടങ്ങളിൽ സിൻഡിക്കേറ്റ് അംഗമാണ്. സിംലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് എന്നിവയുടെ അക്കാഡമിക് കമ്മിറ്റി അംഗം, കേരള കലാമണ്ഡലം ഗവേഷണ സമിതി അംഗം, കാലടി സർവകലാശാല സംസ്കൃത സാഹിത്യ വിഭാഗത്തിൽ അഡ്ജൻറ്റ് പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യ തത്വചിന്ത, തത്വശാസ്ത്രം, ഭാഷാശാസ്ത്രം, സംഗീതം, തിയേറ്റർ, താരതമ്യ സാഹിത്യം, ചെസ്, ചരിത്രം തുടങ്ങി പല വിഷയങ്ങളെയും കുറിച്ച് എഴുതിയ 200-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്ത്യയിലും വിദേശങ്ങളിലും പല ജേർണലുകളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലുമായി 43 ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാല പ്രസിദ്ധീകരിച്ച സാഹിത്യ ഗവേഷണ വിജ്ഞാനകോശത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളണ്ട്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, ഫിൻലാൻഡ്, കാനഡ, തായ്ലൻഡ്, ബെൽജിയം തുടങ്ങിയ വിദേശ സർവകലാശാലകളിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ വിഭിന്ന വശങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂഡൽഹി, വാൻകോവർ, കാൻബറ എന്നിവിടങ്ങളിൽ നടന്ന വിശ്വ സംസ്കൃത സമ്മേളനത്തിൽ
സെഷണൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ നിരൂപണത്തിനുള്ള അവാർഡ്, വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള GN പിള്ള എൻഡോമെന്റ് അവാർഡ്, ഭാഷാശാസ്ത്രത്തിനുള്ള IC ചാക്കോ എൻഡോമെന്റ് അവാർഡ്, കേരള പാണിനി അവാർഡ്, MS മേനോൻ എൻഡോമെന്റ് അവാർഡ്, രാമകൃഷ്ണ സംസ്കൃതം അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രകാശനം ചെയ്ത ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ സത്യവ്രത ശാസ്ത്രിയുടെ രാമകീർത്തി മഹാകാവ്യം വിവർത്തനം ചെയ്തതിന് അഭയദേവ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സാംസ്കാരിക മേഖലയിലെ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ P. സക്കീർ ഹുസൈൻ, മലപ്പുറം വേങ്ങൂർ സ്വദേശി, പ്രൊഫസർ, സാഹിത്യകാരൻ. ഫറൂഖ് കോളേജിലും ഗവൺമെൻറ് റണ്ണൻ കോളേജിലും ചരിത്ര വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം ചെയ്തു. കീഴാള സാഹിത്യ രചനകൾ മുൻനിർത്തിയുള്ള എഴുത്താണ് നടത്തിവരുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഇസ്ലാമിക ചരിത്രം ബോർഡ് മെമ്പർ, സഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡ് മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക ചരിത്രം റിസർച്ച് ഗൈഡ് എന്നീ നിലകളിൽ സേവനം ചെയ്യുന്നു. പ്രവാചകന്റെ മദീന, രാഷ്ട്രം, സമൂഹം, സമ്പദ് വ്യവസ്ഥ, ഷുജായി മൊയ്തു മുസ്ലിയാർ, ദീക്ഷണ സമരം, അതിജീവനം, കുഞ്ഞിരായൻകുട്ടി, ചരിത്രബോധമുണർത്തിയ ഇശൽ സഞ്ചാരി, ബാലകൃഷ്ണ വള്ളിക്കുന്ന്, ജീവിത അന്വേഷണം, സംവാദം തുടങ്ങി നിരവധി ചരിത്ര പഠനങ്ങൾ രചിച്ചിട്ടുണ്ട്. കുഞ്ഞായിൻ മുസ്ലിയാരുടെ കച്ചപ്പാട്ട്, ഒരു ദാർശനിക പഠനം, കവിതയും കാലവും, മൊഴിയും പൊരുളും, ചേറൂർ പടപ്പാട്ട്, കനൽപദങ്ങളിലെ ഇശൽ ജ്വാലകൾ, വെള്ളാട്ടി മസ് അല, ഭാഷ്യയും വ്യാഖ്യാനവും, ചവിട്ടുകളിപ്പാട്ട്, ഒരു പഠനം തുടങ്ങി സാഹിത്യ പഠനങ്ങളും, 1001 പകലുകൾ, ആരിഫ ബീവിയുടെ കൺകെട്ട് വിവാഹം, ആനന്ദ വികടൻ എന്ന കൂനചരിത്രം എന്നീ നോവലുകളും രചിച്ചിട്ടുണ്ട്. യങ് ഹിസ്റ്റോറിയൻ ആൻഡ് സൈറ്റേഷൻ അവാർഡ്, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വടകര, കൊണ്ടോട്ടി മഹാകവി മൊയ്യൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ മാപ്പിള സാഹിത്യ പഠനത്തിലുള്ള അവാർഡ്, വിദ്യാരത്നം അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽ ആഴാംവീട്, കൊല്ലം കടക്കൽ സ്വദേശി, സാംസ്കാരിക ഗ്രന്ഥശാല ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകൻ. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തിന് മൂല്യം നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നത്. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തെരുവിൽ ഉറങ്ങുന്നവർക്ക് അഭയകേന്ദ്രങ്ങൾ ഒരുക്കുകയും അന്നമെത്തിക്കുകയും ചെയ്യുന്നു. ധാരാളം കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. കടക്കൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് രാത്രി ഭക്ഷണം ഇല്ല എന്നറിഞ്ഞ് ആശുപത്രിയിലെ സാന്ത്വന പരിചരണ വിഭാഗത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഭക്ഷണം സ്വന്തം വീട്ടിൽ തയ്യാറാക്കി ആശുപത്രിയിൽ രോഗികൾക്ക് നൽകി. പത്തനാപുരം ഗാന്ധിഭവൻ കലാ സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറിയും ചാരിറ്റി സംഘടനകളുടെ കൂട്ടായ്മയുടെ സംസ്ഥാന അംഗവുമാണ്. കഴിഞ്ഞ 4.5 വർഷമായി പ്രവർത്തന മികവിലൂടെ ശ്രദ്ധ നേടിയെടുത്ത ചിതറ KP ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. ചിങ്ങോലി ദയാ ട്രസ്റ്റ് മെമ്പർ, കടയ്ക്കൽ ക്ഷേത്രോപദേശ സമിതി അംഗം, കേരള രക്തദാന സേന ജില്ലാ കോർഡിനേറ്റർ, ചിതറ അക്ഷരജ്യോതി പബ്ലിക് ലൈബ്രറി ആൻഡ് വായനശാല രക്ഷാധികാരി, പത്തനാപുരം ജീവനം ക്യാൻസർ കെയർ സൊസൈറ്റി അംഗം, ദേശീയ മനുഷ്യാവകാശ സംഘടന കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, പുനലൂർ കവിതാവേദി സാഹിത്യ സാംസ്കാരിക സമിതി അംഗം, മഞ്ഞപ്പാറ തണൽ കമ്മ്യൂണിറ്റി ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങി ഒട്ടനവധി സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രധാന ചുമതലകൾ വഹിക്കുന്നുണ്ട്. ഇതുകൂടാതെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സജീവ പ്രവർത്തകനാണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിലായി 100 കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുവളർത്തുകയും വേനൽക്കാലത്ത് പറവകൾക്കായി കുടിനീർ തൊട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഗ്രന്ഥശാല ജീവകാരുണ്യ രംഗത്തെ നിസ്തുല സംഭാവനയ്ക്കും പ്രവർത്തനങ്ങൾക്കും പത്തനാപുരം ഗാന്ധിഭവൻ, കേരള കൗമുദി, പുനലൂർ ജനകീയ കവിതാവേദി, ഡോക്ടർ J. അലക്സാണ്ടർ IAS സ്റ്റഡീസ് സെൻറ്റർ, കൊച്ചി ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്റർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗത്തിന് കൈമാറണമെന്ന സമ്മതപത്രം നൽകുകയും കണ്ണുകൾ ദാനം ചെയ്തുകൊണ്ടുള്ള രേഖകളും നൽകിയിട്ടുണ്ട്. ഗ്രാമിക എന്ന പേരിൽ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കാക്കുന്നം പത്മനാഭൻ പണിക്കർ, തൃക്കരിപ്പൂർ സ്വദേശി, കാതികൻ, ഗാനരചയിതാവ്, പുല്ലാങ്കുഴൽ ആർട്ടിസ്റ്റ്. 1982 മുതൽ കഥാപ്രസംഗ രംഗത്തിലൂടെ കലാരംഗത്തേക്ക് പ്രവേശിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒട്ടുമിക്ക ഉത്സവവേദികളിലും 12ഓളം കഥകളുമായി കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്.
ആകാശവാണി കണ്ണൂർ നിലയത്തിൽ യുവവാണി ഗായകർക്കായി 25-ൽ പരം ലളിതഗാനങ്ങൾ സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷം നാടകത്തിനും ഭക്തിഗാനമേളയിലും പുല്ലാങ്കുഴൽ വായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പൂരക്കളി മറുത്തുകളി രംഗത്തേക്ക് വന്നു. അതിന് നീലേശ്വരം പുളിയക്കാട്ട് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പട്ടുമളയും ലഭിച്ചു. പൂരക്കളിക്ക് നൽകുന്ന പദവിയായ പണിക്കർ പദവി നൽകി ആദരിച്ചു. മഹാകവി കുട്ടമത്തിൻ്റെ അക്ഷരമാല ക്രമത്തിലുള്ള സ്ത്രോത്രമാല മൂകാംബിക സന്നിധിയിൽ ആലപിച്ചതിന് കാവ്യരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. പ്രസ്തുത ശ്ലോകങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആധ്യാത്മ രാമായണത്തിൻ്റെ സമ്പൂർണ്ണ ഓഡിയോ രൂപത്തിലൂടെ യൂട്യൂബിൽ 4 ലക്ഷത്തിലധികം വ്യൂവേഴ്സും ഇദ്ദേഹത്തിനുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിച്ചത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ വിജയലക്ഷ്മി എം, മലപ്പുറം മഞ്ചേരി സ്വദേശി. വിദ്യാഭ്യാസവും ഗവേഷണവുമാണ് പ്രധാന മേഖല. കേരള മാത്തമാറ്റിക്സ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് പോസിബിൾ ട്രാൻസ്മിഷൻ ടു യൂറോപ്പ് എന്ന ഗവേഷണ പദ്ധതിയിൽ അസോസിയേറ്റ് ആയിരുന്നു. ആസ്ട്രോണമി ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന മൈനർ റിസർച്ച് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. മധ്യകാല കേരളത്തിലെ ജ്യോതിശാസ്ത്രം, ഗനീസ രേഖകൾ, സമുദ്രയാനവും വാണിജ്യവും, പ്രാദേശിക ചരിത്രവും മലപ്പുറം പ്രദേശത്തെ ജനകീയ മുന്നേറ്റങ്ങളും എന്നിവയിൽ പഠന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേശീയ അന്തർദേശീയ സെമിനാറുകളിലും സമ്മേളനങ്ങളിലുമായി 100-ൽ പരം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 35ഓളം ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഞ്ചേരി, മട്ടന്നൂർ, നിലമേൽ തുടങ്ങിയ NSS കോളേജുകളിൽ പ്രൊഫസറായിരുന്നു. NSS കോളേജ് മഞ്ചേരി വകുപ്പ് അധ്യക്ഷ, കോഴിക്കോട് സർവകലാശാല ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് സ്റ്റഡീസ്, വിവിധ യൂണിവേഴ്സിറ്റികളിലെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പാനലിലെ അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അംഗം, പി സരോജിനി അമ്മ മഹിളാ സമാജം കാര്യനിർവഹണ സമിതി അംഗം, കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ തിരുവനന്തപുരം കാര്യനിർവഹണ സമിതി അംഗം, കേരള ഹിസ്റ്ററി കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡന്റ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ സെക്ഷണൽ പ്രസിഡന്റ്, ഇന്ത്യൻ സോഷ്യൽ സയൻസ് കോൺഗ്രസിൻ്റെ അംഗം തുടങ്ങി ധാരാളം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ NV അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചരിത്ര പഠനത്തിലുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കണ്ണൂർ ശ്രീലത, കണ്ണൂർ താളിക്കാവ് സ്വദേശി, അഭിനേത്രി, നർത്തകി. 8ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ നാടകത്തിലൂടെ അരങ്ങേറ്റം. ദേശീയ കലാസമിതിയുടെ പ്രൊഫഷണൽ നാടകങ്ങളിൽ സ്ഥിര സാന്നിധ്യം. നിരവധി അമച്ചർ നാടകങ്ങളിലും വേഷമിട്ടു. 14ാമത്തെ വയസ്സിൽ കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സിൽ KT മുഹമ്മദിൻ്റെ നാടകക്കളരിയിലൂടെ കൈനാട്ടി എന്ന നാടകത്തിൽ അഭിനയിച്ചു. കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ് നന്ദി വീണ്ടും വരിക എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. തുടർന്ന് പ്രശ്നം ഗുരുതരം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി. കാണാമറയത്ത്, തമ്മിൽ, സന്ദർഭം, ഒരു നോക്കു കാണാൻ തുടങ്ങി മമ്മൂട്ടിയോടൊപ്പം 15ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, കലാഭവൻ മണി, ദിലീപ്, റഹ്മാൻ, തിലകൻ തുടങ്ങിയവരോടെല്ലാം ഒപ്പം 100ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യരോടൊപ്പം കണ്ണെഴുതി പൊട്ടും തൊട്ട് അഭിനയിച്ചു. മോണിക്ക ഒരു ഐ സ്റ്റോറി എന്ന സിനിമയിൽ ആണ് അത് അവസാനമായി അഭിനയിച്ചത്. ഇതുകൂടാതെ 100ഓളം ടെലിഫിലിമുകളിലും പ്രധാനപ്പെട്ട നിരവധി സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും വേഷമിട്ടു. ആകാശവാണി നാടകങ്ങളിലും എഴുത്തുപെട്ടി എന്ന പരിപാടിയും അവതരിപ്പിച്ചിട്ടുണ്ട്. ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഓൾഡീസ് ഗോൾഡ് ഗാനങ്ങളും നൃത്തവും വേദികളിൽ അവതരിപ്പിക്കുന്നു. കണ്ണൂരിലെ ഏറ്റവും അധികം വേദികളിൽ ആദരിക്കപ്പെട്ടിട്ടുള്ള കലാകാരിയാണ് ശ്രീമതി ശ്രീലത. സീരിയൽ നടിക്കുള്ള നാന അവാർഡ്, ടെലിഫിലിമിന് കാഴ്ച പുരസ്കാരം, കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരവും പുരസ്കാരവും അതുപോലെ ധാരാളം മറ്റ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ കൃഷ്ണൻ ആചാരി, തിരുവനന്തപുരം പ്രാവച്ചമ്പലം സ്വദേശി, ചിത്രകലാകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ. ശ്രീ രാമേശ്വരൻ ദേവസ്ഥാനത്തിൽ 1965 ഏക ചിത്രകാരനായി ചേർന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാം ചുറ്റമ്പലത്തിൻ്റെ സീലിംഗ് ചിത്രങ്ങൾ മലർന്നു കിടന്നുകൊണ്ടും അതുപോലെ ഉയരത്തിൽ നിന്നുമാണ് വരച്ചു തീർത്തത്. ധനുഷ്കോടി ഗോദണ്ഡരാമർ ക്ഷേത്രം, ഗന്ധമാദന പർവ്വതക്ഷേത്രം, പാമപാദ ക്ഷേത്രം, ലക്ഷ്മണ തീർത്ഥക്ഷേത്രം മുതലായ എല്ലാ ക്ഷേത്രങ്ങളും ചിത്രകലകളാൽ ഇദ്ദേഹം മനോഹരമാക്കി. യഥാർത്ഥ വഴിപാട് എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് വിശദമായ പ്രസംഗം വിവേകാനന്ദ സ്വാമികൾ നടത്തിയതിനെയും അടിസ്ഥാനപ്പെടുത്തി അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിനെയും മാർബിൾ കല്ലുകളിൽ കൊത്തി ക്ഷേത്രവാതിലിൻ്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നതിനായി
ഗോൾഡ്, സിൽവർ പെയിൻറ്റുകൾ ഉപയോഗിച്ച് ഭംഗിയായി അത് എഴുതി തീർത്തു. രാമേശ്വരം ഭരണാധികാരികൾ സർട്ടിഫിക്കറ്റുകളും പുരസ്കാരങ്ങളും നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ശ്രീമൂലം ഫൈനാൻസിൽ ഡിസൈനർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസ്റ്റായി ജോലി നോക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, USA, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്കും ടൂറിസ്റ്റുകൾ മുഖേനയും 1000-ൽ പരം ഹാൻഡിക്രാഫ്റ്റ് പെയിൻറ്റിങ്ങുകൾ വർക്കുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. 120 രാജ്യങ്ങൾ ചേർന്ന ലോക കൗൺസിലിലെ ഗവർണർമാരുടെ ശുപാർശ പ്രകാരം ഐക്യരാഷ്ട്രസഭയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലോബൽ പീസ് USA എക്സലൻസി സർട്ടിഫിക്കറ്റും ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് ഹ്യൂമാനിറ്റീസും നൽകി ആദരിച്ചു. ബക്കിംഗ്ഹാം പാലസിൽ നിന്നും റോയൽ ഹൈനസ് അനുഗ്രഹ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. ഭഗവാൻ ബുദ്ധ യൂണിവേഴ്സിറ്റി എക്സലൻസ് അവാർഡ് നൽകി. ഇന്ത്യ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചിത്രകലയ്ക്കുള്ള നാഷണൽ അവാർഡ്, ഉപരാഷ്ട്രപതി അധ്യക്ഷനായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആയുഷ്കാല അംഗീകാരം അംഗമായി ചേർത്തുള്ള സർട്ടിഫിക്കറ്റ്, മാർത്താണ്ഡവർമ്മ രാജാവ് ശ്രീ ചിത്രനാൾ സ്മാരക സമിതിയിൽ ആയുഷ്കാല അംഗമായി ചേർത്തുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1971 ഗവർണറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വേൾഡ് പീസ് സമിതിയുടെ ഹ്യൂമൻ സർട്ടിഫിക്കറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ധാരാളം പുരസ്കാരങ്ങളും അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 55-ൽ പരം വർഷങ്ങളായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ചിത്രകലാ രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സണ്ണി തോമസ്, കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ സ്വദേശി. വളരെ ചെറുപ്പം മുതൽ കൃഷികാര്യങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിലും അതീവ തൽപരനായിരുന്നു. കുടുംബ ഓഹരിയായി കിട്ടിയ കൃഷിഭൂമിയിൽ ഒരു ഗവേഷകൻ്റെ ബുദ്ധിയിൽ എല്ലാത്തരം കൃഷികളും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ സോയിൽ കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടുകയും ജോയിൻറ്റ് ഡയറക്ടറായി വിരമിക്കുകയും ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് ബയോമാസ് ഫാമർ, പൊളിറ്റിക്കൽ അനാലിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. സ്വന്തം വസതിയിൽ സകലവിധ ആധുനിക സജ്ജീകരണത്തോടെയുള്ള ഒരു ലൈസൻസ്ഡ് ഹോം സ്റ്റേ പദ്ധതിയും ഇപ്പോൾ ചെയ്തു വരുന്നു. ഇതിനോടൊപ്പം തന്നെ കോഴി വളർത്തൽ, മീൻ വളർത്തൽ, പശു വളർത്തൽ, ആട് വളർത്തൽ, മഷ്റൂം കൾട്ടിവേഷൻ ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികളും വിജയകരമായി നടത്തിവരുന്നു. ഇതിൽ നിന്നുള്ള ആദായത്തിൻ്റെ 50% സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സാബു എൻ, തിരുവനന്തപുരം അവനവഞ്ചേരി സ്വദേശി. അധ്യാപക ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കി. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ആയി സേവനമനുഷ്ഠിക്കുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സ്റ്റേറ്റ് കോർ ടീം അംഗമാണ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിവരുന്ന 10ാം തരം തുല്യതാ പരീക്ഷയുടെ അധ്യാപകനായി കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. കേരള ഗാന്ധി സ്മാരക നിധിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങളുടെ ജില്ലാ കൺവീനറാണ്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ സജീവം. കുട്ടികൾക്ക് വേണ്ടി 5 ഹ്രസ്വ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിറയൻകീഴ് താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് മെമ്പർ, എക്കോ സാംസ്കാരിക സംഘടനയുടെ സെക്രട്ടറി, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നിങ്ങനെയും പ്രവർത്തിക്കുന്നു. കേരളം വനം വന്യജീവി വകുപ്പിൻ്റെ പ്രകൃതിമിത്ര പുരസ്കാരം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃഭൂമിയുടെ സീഡ് പുരസ്കാരം, മലയാള മനോരമയുടെ നല്ല പാഠം പുരസ്കാരം വിവിധ വർഷങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. മികച്ച സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനത്തിന് മാതൃഭൂമി VKC നന്മ പുരസ്കാരം, മികച്ച പ്രവർത്തനത്തിന് ഗാന്ധി സ്മാരക നിധി ഏർപ്പെടുത്തിയ ഗാന്ധി ദർശൻ പുരസ്കാരം, സംസ്ഥാന മദ്യവർജന സമിതിയുടെ മികച്ച അധ്യാപകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം, അങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുരേഷ് കൂത്തുപറമ്പ്, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി. ടെറാക്കോട്ട, വിഷ്വൽ ആർട്ട്, മ്യൂറൽ ആർട്ട്, ചിത്രകല, സ്കൾപ്ചർ എന്നിവയിൽ ആണ് പ്രാഗൽഭ്യം. കഴിഞ്ഞ 30 വർഷമായി ചിത്രശില്പ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. 2016 ന്യൂഡൽഹിയിൽ 1000A ആർട്ട് ഗാലറി ന്യൂഡൽഹിയിലും അശോക ക്യാപിറ്റോൾ മാൾ 10 ദിവസത്തെ ഷോയും നടത്തിയിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. വർണ്ണബന്ധനം കോയമ്പത്തൂർ, തമിഴ്നാട്, ബുസാൻ മേള കൊറിയ, ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ലോകമേ തറവാട്, ലേഡി വിത്ത് നേച്ചർ, ട്രാൻസ്ഫോർമേഷൻസ്, ഇൻ്റർനാഷണൽ ആർട്ട് ഷോ തുടങ്ങിയ ക്യാമ്പുകളും നടത്തിയിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ, കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ,
കേരള ഗാന്ധി മ്യൂസിയം പയ്യന്നൂർ കൺസൾട്ടന്റ്, കേന്ദ്ര ടെക്സ്റ്റൈൽ വർക്ക് ബാംഗ്ലൂർ എംപാനൽ ഡിസൈനർ, മലയാള കലാഗ്രാമം പെയിന്റിംഗ് വിഭാഗം HOD എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ഗോത്ര സ്മൃതി പുരസ്കാരങ്ങൾ, പങ്കജാക്ഷൻ പുരസ്കാരം, ലളിതകല അക്കാദമി അവാർഡ്, സിദ്ധാർത്ഥ പുരസ്കാരം, നാഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്, RK പൊറ്റശ്ശേരി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ശില്പകലാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ TP വിവേക്, എറണാകുളം പൂണിത്തുറ സ്വദേശി, ധാരാളം ആൽബങ്ങൾക്കും മറ്റും ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ആലപിക്കുകയും ചെയ്തു വരുന്നു. 2024 ജനുവരി 17 തൃപ്രയാർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ മുന്നിൽ രാമഭജനുകൾ ആലപിക്കുകയും പ്രധാനമന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ആകാശവാണി കൊച്ചി അവതാരകനാണ്. ഗസലുകളും മറ്റ് ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഹൃദയഗീത എന്ന സംഗീത പരിപാടി വിവിധ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നു. പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷൻ, ആപ്തഭാരതി തുടങ്ങിയ NGOകളിൽ പ്രവർത്തിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായുള്ള ദേശീയ കലാ സാംസ്കാരിക സംഘടനയായ സംഗം കലാ ഗ്രൂപ്പിൻ്റെ ന്യൂഡൽഹി സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ കേരള ടീമിനെ നയിച്ചു. നിലമ്പൂർ ശിവരഞ്ജിനി സംഗീത സഭയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും സംഗം കലാഗ്രൂപ്പിൻ്റെ നിലമ്പൂർ ചാപ്റ്റർ സെക്രട്ടറിയുമാണ്. തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃത ഭവൻ അവതാരകരുടെ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അതിജീവനം ആസ്പദമാക്കിയുള്ള വിഷയത്തിൽ സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ച ഗാനത്തിന് ക്യാഷ് അവാർഡ് ലഭിക്കുകയുണ്ടായി. പോലീസ് വകുപ്പുമായി ചേർന്ന് പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷൻ സ്കൂളുകളിൽ നടത്തിയ ആനന്ദലഹരി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പരിപാടികളിൽ മുഖ്യ സംഘാടകനായിരുന്നു. ഇൻഫർമേഷൻ ഓഫീസിൻ്റെയും ആകാശവാണിയുടെയും സഹകരണത്തോടെ അധ്യാപകർക്കായി നടത്തിയ സ്നേഹമലയാളം പാടാം പറയാം എന്ന ശില്പശാലയുടെ ഭാഗമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോൺവെയർ എഡ്യൂടെക് എന്ന സ്ഥാപനത്തിൻ്റെ റിസോഴ്സ് പേഴ്സൺ, റേഡിയോ സൗഹൃദ കൂട്ടായ്മയായ സ്വരക്കൂട്ടൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംഗീതം പരിശീലിപ്പിക്കുകയും വേദികളിൽ അത് അവതരിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ AR ദേവദാസ്, 30 വർഷമായി മുംബൈയിൽ താമസിക്കുന്നു. 25 വർഷം ഒരു സ്വകാര്യ കയറ്റുമതി സ്ഥാപനത്തിൽ ഫിനാൻസ് മാനേജറായി ഔദ്യോഗിക സേവനം അനുഷ്ഠിച്ചു. മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി 6 വർഷമായി സ്ഥിരം ജോലി രാജിവെച്ച സ്വതന്ത്ര നിലയിൽ സാമ്പത്തികകാര്യ ഉപദേശകനായി പ്രവർത്തിച്ചു വരുന്നു. ബോംബെ കേരളീയ സമാജം പ്രസിദ്ധീകരിക്കുന്ന വിശാല കേരളത്തിൻ്റെ പത്രാധിപരായി കഴിഞ്ഞ 12 കൊല്ലമായി ചുമതല വഹിക്കുന്നു. നിരവധി ആനുകാലികങ്ങളിൽ എഴുതുന്നുണ്ട്. മലയാളം ക്ലാസ്സുകളുടെയും ഗ്രന്ഥാലയങ്ങളുടെയും പ്രവർത്തനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. ബോംബെ കേരളീയ സമാജം നവതി ആഘോഷവേളയിൽ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ നടത്തിയ സമാജഗീത മത്സരത്തിൽ 1ാം സമ്മാനം അർഹനായി. കോവിഡ് വ്യാപന സമയം മഹാരാഷ്ട്രയിൽ 3 വർഷക്കാലം മുംബൈയിലെ വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിക്കുവാൻ സേവന മേഖലയിൽ ഉണ്ടായിരുന്നു. 2024 മുതൽ ബോംബെ കേരളീയ സമാജത്തിൻ്റെ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നു. കേരള ഭവനം കേന്ദ്രീകരിച്ച് സാഹിത്യവേദി, സംഗീതവേദി, കഥക്, നൃത്ത ക്ലാസുകൾ, മലയാളം ക്ലാസുകൾ എന്നിവ നടത്തുന്നു. കേരള ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രങ്ങൾ, ഡിസ്പെൻസറികൾ എന്നിവയും നടത്തുന്നുണ്ട്. വർഷം തോറും വിവാഹ മംഗല്യമേളകൾ, മാട്രിമോണിയൽ വെബ്സൈറ്റ്, കായിക മത്സരങ്ങൾ, ഓണം, വിഷു എന്നീ ആഘോഷങ്ങളും അവിടെ നടത്തി വരുന്നു. കേരളത്തിലും മഹാരാഷ്ട്രയിലും പ്രളയ ദുരിതമുണ്ടായപ്പോൾ 15ഓളം ട്രക്കുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുകയും തകർന്ന സ്കൂളുകളുടെ പുനരുദ്ധാരണവും നടത്തിക്കൊടുക്കുകയും ചെയ്തു. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സൗജന്യ ഭക്ഷ്യവിതരണം, വനവാസി മേഖലകൾ, ശിശുക്ഷേമ കേന്ദ്രങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിരവധി സഹായങ്ങൾ നിരന്തരമായി എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേന്ദ്രൻ VK, ആലപ്പുഴ നൂറനാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. 2016 മുതൽ സത്യപഥം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പരിസര ശുചീകരണം എന്നിവയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണം നടത്തുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ മതസ്ഥർക്കും ആത്മീയ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അനാഥ മന്ദിരങ്ങൾ സംരക്ഷിക്കുക, നിർദ്ധനരായ യുവതികൾക്ക് സമൂഹ വിവാഹം സംഘടിപ്പിച്ച് നടത്തി കൊടുക്കുക, അഗതികൾക്ക് അന്നദാനം നടത്തുക,
വീടില്ലാത്തവർക്ക് സംസ്ഥാന കേന്ദ്ര ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നിവയും ചെയ്തു വരുന്നു. 2004 മുതൽ SNDP ശാഖ സെക്രട്ടറി, യൂണിയൻ കൗൺസിലർ, SN വിവേക് വിദ്യാകേന്ദ്രം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 34 വർഷത്തെ സഹകരണ മേഖലയിലെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിജയൻ പിള്ള ജി, കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി, ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിലിരിക്കെ സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന വിവിധ ജാതി മതസ്ഥർക്കും ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള നിയമ പഠനങ്ങളും നിയമ സഹായങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും നടത്തി. ഇതിനായി ഇന്ത്യയിൽ ഇടപെടാത്ത സ്ഥാപനങ്ങളും പോകാത്ത സ്ഥലങ്ങളും വിരളമാണ്. ഈ നിസ്വാർത്ഥ സേവനങ്ങൾക്കും ഇദ്ദേഹത്തിന് ദേശീയ തലത്തിലും തദ്ദേശീയ തലത്തിലും ധാരാളം ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന തുല്യനീതിയും തുല്യ അവസരങ്ങളും ജനക്ഷേമകരമായ അവകാശങ്ങളും നിയമ ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ N സുജാത, ആലപ്പുഴ വെട്ടിക്കോട് സ്വദേശി, അധ്യാപിക, സിവിൽ സർവീസ് ട്രെയിനർ, കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കർ, കവി, വിവർത്തക. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IMTM എന്ന കൂട്ടായ്മയുമായി ചേർന്ന് കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുള്ളവർക്കും ആയിട്ട് സൂയിസൈഡ് പ്രിവെൻഷൻ കൗൺസിലിംഗ് മേഖലയിൽ സൗജന്യ സേവനം നൽകി വരുന്നു. വിവിധ സംഘടനകൾ വഴിയും സ്വന്തം നിലയിലും സമൂഹത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ലേഖനങ്ങൾ, യാത്രാ വിവരണങ്ങൾ, നിരൂപണം, വിവർത്തനം എന്നിവ എഴുതുന്നു. ഭാവഗായകൻ P. ജയചന്ദ്രൻ ആലപിച്ച ശിവമയം എന്ന ശിവഭക്തി ഗാനത്തിൻ്റെ ഗാനരചന നിർവഹിച്ചു. മറ്റ് പല ആൽബങ്ങൾക്ക് വേണ്ടിയും ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. പെറ്റൽസ് ഇൻ സൺഷൈൻ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം, മഴവില്ലി വിരിയും കാലം എന്ന മലയാള കവിതാ സമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. MSM കോളേജ് കായംകുളം, തിരുവനന്തപുരം ഫ്ലൈവിൻ ഏവിയേഷൻ ആൻഡ് BBA അക്കാഡമി, അടൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ, SN സെൻട്രൽ സ്കൂൾ കായംകുളം, മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡായും ജോലി നോക്കിയിട്ടുണ്ട്. SK പൊറ്റക്കാട് സ്മാരക കവിതാ പുരസ്കാരം, BR പ്രസാദ് അന്താരാഷ്ട്ര ഗാനരചനാ പുരസ്കാരം, മാധവിക്കുട്ടി സ്മാരക കവിതാ പുരസ്കാരം എന്നിങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഗ്രിഗറി പോൾ KJ, കൊച്ചി പോണേക്കര സ്വദേശി, കവി, ലേഖകൻ, കഥാകൃത്ത്. ലേഖനം, കഥ, കവിത മുതലായ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജറായിരുന്നു. 36 വർഷത്തെ സേവനം. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ഗസ്റ്റ് അധ്യാപകൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർമാരെയും സ്റ്റാഫിൻ്റെയും പരിശീലകൻ. യുവജനങ്ങൾക്കും കുട്ടികൾക്കും നേതൃത്വപരവും വ്യക്തിത്വ വികാസപരമായ ക്ലാസുകളും എടുക്കുന്നുണ്ട്. നൊമ്പരങ്ങളുടെ ഉഴവുചാലുകൾ മലയാള നോവൽ, വിശുദ്ധ ദേവസഹായ സന്നിധിയിലേക്ക്, യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയിലേക്ക് എന്നീ യാത്രാ വിവരണങ്ങൾ, 6 അടി മണ്ണിലെ കാണാപ്പുറങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മികച്ച നോവലിനുള്ള LCSS പുരസ്കാരം, മികച്ച നോവലിനുള്ള ഗോവിന്ദ് രചനാ പുരസ്കാരം, ഇടപ്പള്ളി ദേശീയ വായനശാല പുരസ്കാരം, ബുക്ക് കഫേ പബ്ലിക്കേഷൻസ് അഖില കേരള സാഹിത്യ പുരസ്കാരം, സംസ്കാര സാഹിത്യവേദി അഖില കേരള സാഹിത്യ പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. ഓണേക്കര വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, എറണാകുളം കേരള സാഹിത്യ മണ്ഡലം ഓഡിറ്റർ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളിയുടെ ഓഡിറ്റർ, KLCHA മുഖപത്രമായ വോക്സ് നോവയുടെ ചീഫ് എഡിറ്റർ, തിരുവനന്തപുരം വായനക്കൂട്ടായ്മയുടെ അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. നിലവിൽ വിബ്രോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അനിത ശ്രീ എൽ. ഡോക്ടർ അനിത ശ്രീ എൽ, തിരുവനന്തപുരം കവടിയാർ ബ്രാഹ്മിൻസ് കോളനി സ്വദേശി, പേയാട് സ്മൈൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റോളജി സെൻ്ററിൻ്റെയും തിരുവനന്തപുരം നാലാഞ്ചിറ ബെസ്റ്റ് ഡെൻ്റൽ സൊല്യൂഷൻസിൻ്റെയും ചീഫ് ഡെൻ്റൽ സർജനും MDയുമാണ്.
അന്താരാഷ്ട്ര നിലവാരമുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നാലാഞ്ചിറ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇൻ ഓറൽ ഇംപ്ലാന്റോളജി, കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് ഡെൻസിറ്റി, റോട്ടറി എൻഡോണിറ്റിക്സ് AICD സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. എസ്തെറ്റിക് ഡെൻസിറ്റിയിൽ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. PMS ഡെൻ്റൽ കോളേജിൽ നിന്ന് ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. നിലവിൽ യൂറോപ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൻ്റെ മാസ്റ്റേഴ്സ് ഇൻ കോസ്മെറ്റിക് ആൻഡ് ലേസർ ഡെൻസിറ്റി എന്ന അംഗീകൃത കോഴ്സ് പഠിച്ചു വരുന്നു. രാജാസ് ഡെൻ്റൽ കോളേജിൽ നിന്ന് ഡിജിറ്റൽ ഡെൻസിറ്റി ചെയ്തു വരുന്നു. ഡിജിറ്റൽ ഡെൻസിറ്റി, സ്മൈൽ മേക്ക് ഓവറുകൾ, അലൈനേഴ്സ്, റീഹാബിലിറ്റേഷൻ ഡെൻസിറ്റി, പീഡിയാട്രിക് ഡെൻ്റൽ കെയർ, വായിൽ വരുന്ന ക്യാൻസറിൻ്റെ മുൻകൂർ നിർണയവും ചികിത്സയും, കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്നിവ ചെയ്തു വരുന്ന സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ഡെൻ്റൽ റോബോട്ടിക്സും AI അടിസ്ഥാനമാക്കിയുള്ള ദന്ത ചികിത്സാ സംവിധാനങ്ങളും അവതരിപ്പിക്കുക എന്നതാണ് പുതിയ പദ്ധതി. വിമൻ എൻ്റർപ്രന്യൂറിയൽ അവാർഡ് 2024-25 ബെസ്റ്റ് ഡെൻറ്റിസ്റ്റ് അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ദന്ത സംരക്ഷണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പാറശാല വിജയൻ 12ാമത്തെ വയസ്സിൽ നിഴൽ എന്ന അമച്വർ നാടകത്തിലെ ബാലനടനിൽ നിന്നും സിനിമ, സീരിയൽ, റേഡിയോ നാടകം എന്നിങ്ങനെ തുടങ്ങി 52 വർഷക്കാലത്തെ അഭിനയ ജീവിതമാണ്. 35 വർഷക്കാലം പിന്നിട്ട പ്രൊഫഷണൽ നാടകരംഗത്ത് അനവധി പുരസ്കാരങ്ങളും ആദരവുകളും നേടിയിട്ടുണ്ട്. വരരുചി 21ാം നൂറ്റാണ്ടിൽ എന്ന നാടകത്തിൽ നാരായണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചപ്പോൾ അതിലെ അഭിനയ മികവിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. സഖാവ് AKG, വിപ്ലവത്തിൻ്റെ രക്തനക്ഷത്രം, മലയപ്പുലയനും EMS-ഉം എന്നീ നാടകങ്ങൾ അത്യധികം പ്രശംസ നേടിയവയാണ്. ആകാശവാണി തിരുവനന്തപുരം റേഡിയോ നിലയത്തിൽ ബാലലോകം റേഡിയോ ക്ലബ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആകാശവാണിയിലെ ബി ഹൈ ഡ്രാമ ആർട്ടിസ്റ്റാണ്. കരിമ്പൻ എന്ന സിനിമയിൽ തുടങ്ങി 9ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലീസിന് തയ്യാറാകുന്ന മമ്മൂട്ടി സിനിമയിലും അഭിനയിച്ചു വരുന്നു. 100-ലധികം സീരിയലുകളിൽ വിവിധങ്ങളായ വേഷങ്ങളിൽ 25 വർഷത്തിലേറെയായി അഭിനയിച്ചു വരുന്നു. നിലവിൽ സി കേരളം ചാനലിൽ അവതരിപ്പിച്ചു വരുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലും, സൂര്യ ചാനലിലെ ഹൃദയം, ഫ്ലവേഴ്സ് ചാനലിലെ വീട്ടിലെ വിളക്ക് തുടങ്ങിയവയിലും അഭിനയിക്കുന്നു. നാടക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ S ചെല്ലപ്പൻ പിള്ള, തിരുവനന്തപുരം മണക്കാട് സ്വദേശി, ചലച്ചിത്ര നിർമ്മാതാവ്, സാമൂഹ്യ പ്രവർത്തകൻ. ഗൾഫിലും ആഫ്രിക്കയിലുമായി 40 വർഷത്തെ വാസവും ഉദ്യോഗവും കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ട് ചലച്ചിത്ര രംഗത്തേക്ക് തിരിഞ്ഞു. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന നോവൽ രുക്മിണി എന്ന പേരിൽ ചലച്ചിത്രമാക്കുകയും അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കുകയും ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് വാങ്ങുകയും ചെയ്തു. തുടർന്ന് പാസഞ്ചർ, റേഡിയോ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. മറ്റനവധി ചലച്ചിത്രങ്ങളുടെയും സീരിയലുകളുടെയും നിർമ്മാണ പങ്കാളിയായി പ്രവർത്തിച്ചു വരുന്നു. ആതുര സേവനം നടത്തിവരുന്ന വെള്ളാള സമിതി ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അയ്യാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ സ്റ്റഡീസിൻ്റെ സ്ഥാപക പ്രസിഡന്റ്, കുര്യാറ്റി പൗരസമിതി രക്ഷാധികാരി, മണക്കാട് വെള്ളാള സഭ സെക്രട്ടറി, മുൻ സംസ്ഥാന പ്രസിഡന്റ്, സെൻട്രൽ ലയൺസ് ക്ലബ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സീനിയർ അംഗമാണ്. ചലച്ചിത്ര മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മനു പാൽ M, തിരുവനന്തപുരം പേയാട് സ്വദേശി, മിമിക്രി കലാകാരൻ, അഭിനേതാവ്, ജീവകാരുണ്യ പ്രവർത്തകൻ. കേരളത്തിൽ ആദ്യമായി ജയൻ്റെ ഫിഗർ മിമിക്സ് പരേഡിൽ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു. 1989 മുതൽ 2018 വരെ ശരാശരി 40 പ്രോഗ്രാം ഒരു വർഷത്തിൽ ചെയ്തിട്ടുണ്ട്. പാറശാല സംസാര ശൈലി ആദ്യമായി മിമിക്രി രംഗത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യ മിമിക്സ് കോമഡി ബാലെ ദുഷ്യന്തൻ IPS ഇദ്ദേഹം പ്രവർത്തിച്ച സമിതിയിലാണ് ചെയ്തത്. വിവിധ സമിതികളിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റായി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ധാരാളം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരോരും അറിയാതെ, ജയൻ റോബർട്ട്, ലെറ്റർ ബോംബ്, മനുഷ്യദൈവങ്ങൾ, പട്ടം മുതലായവയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. വടക്കേ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ സ്കൂളുകളിൽ പോകാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നു. കേരളത്തിലും മലയോര മേഖലകളിൽ പഠനോപകരണങ്ങൾ നൽകി വരുന്നു. മീഡിയ ഹബ് അവാർഡ്, ആരോരും അറിയാതെ എന്ന ഷോർട്ട് ഫിലിമിന് സിനിമാ നടൻ മുരളിയുടെ പേരിലുള്ള അവാർഡ്, മനുഷ്യദൈവങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിന് നെടുമുടി വേണു അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്.
യൂട്യൂബിലെ സ്വന്തം ചാനൽ വഴി ചിരിക്കാനും ചിന്തിക്കാനും എന്ന രീതിയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചു വരുന്നു. അഭിനേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശരത് മുരളി, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി, കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്. സൗഹൃദം പൂക്കുന്ന താഴ്വര, മൃതസഞ്ജീവനി, അമ്മ എന്നിവ കവിതാ സമാഹാരങ്ങളാണ്. മഴയാത്ര, തനിയെ ഞാൻ, സ്വപ്നാടനം, ഇരുൾ, പനിനീർ പൂക്കൾ തേടി എന്നീ ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. അമൃതശ്രീ പുരസ്കാരം, ഭാഷാശ്രീ സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണമായ സന്നിധാന മാസികയിൽ എഴുതി വരുന്നു. 10 വർഷത്തിലേറെയായി ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ ഭാഗവത പാരായണം ചെയ്തു വരുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വി മുത്തുകൃഷ്ണൻ, തിരുവനന്തപുരം ആനേറ സ്വദേശി, കഴിഞ്ഞ 24 വർഷമായി പ്രൊഡ്യൂസർ, പരസ്യചിത്ര സംവിധായകൻ, സീരിയൽ, സിനിമാ നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഡബ്ബിംഗ് അഭിനയ കോഴ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 3 ഡോക്യുമെൻ്ററികളും 300-ൽ പരം പരസ്യചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സംവിധാന മേഖലയിൽ തുടരുന്നു. ശ്രീ ബാലചന്ദ്ര മേനോൻ, ശ്രീ ശ്യാമപ്രസാദ് എന്നീ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ മനുഷ്യ സേവനങ്ങളും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുജന സേവനങ്ങളും നടത്തിവരുന്നു. ഹോളി ഏഞ്ചൽസിൻ്റെ മികച്ച നാടക സംവിധായകനുള്ള കിരൺ ബേഡി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കേരള മീഡിയ പേഴ്സൺ യൂണിയൻ മെമ്പറും TV അവതാരകൻ, മിമിക്രി കലാകാരൻ, അമച്വർ നാടക നടൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു ശ്രീകുമാർ, തിരുവനന്തപുരം അരുവിപ്പുറം സ്വദേശി, സാഹിത്യകാരി. സോഷ്യൽ മീഡിയയിലാണ് എഴുതി തുടങ്ങിയത്. കവിതകളുടെ പെരുമഴക്കാലം, തിരയും തീരവും എന്നീ 2 കവിതാ സമാഹാരങ്ങളുണ്ട്. ചെങ്കൽ മഹേശ്വരത്തപ്പൻ എന്ന ആൽബത്തിൽ 3 ഗാനം എഴുതി. ആൽബത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായ പെൻഡ്രൈവിൽ കവിതകൾ വന്നിട്ടുണ്ട്. റേഡിയോ രംഗ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ പങ്കെടുത്തു. 300ഓളം കവിതകളും കുറച്ച് കഥകളും ഓർമ്മക്കുറിപ്പുകളും എഴുതിയിട്ടുണ്ട്. കാളിദാസ സ്മാരക ദേശീയ പുരസ്കാരവും പ്രശസ്തി പത്രവും നേടി. നെയ്യാറ്റിൻകര പുരോഗമന കലാസാഹിത്യ വേദിയുടെ ആദരവ്, ഫിലമൻ കവിതാ പുരസ്കാരം, സരസ്വതി പുരസ്കാരം, രാജാ രവിവർമ്മ കാവ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രഭാകരൻ കെ, എറണാകുളം വടവുകോട് സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കമ്പനിയിൽ 30 വർഷത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അസിസ്റ്റൻറ്റ് മാനേജറായി ഈ വർഷം റിട്ടയർ ചെയ്യുന്നു. ഇന്ത്യൻ നേവിയുടെ കപ്പൽ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് ഉന്നത അധികാരികളിൽ നിന്നും കമാൻഡേഷൻ ലെറ്റർ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവൽ ഷിപ്പിലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 തവണ ബെസ്റ്റ് പെർഫോമൻസിനുള്ള ബഹുമതിപത്രവും പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, ചെന്നൈ, തൊടുപുഴ എന്നിവിടങ്ങളിലുള്ള നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പൂനിലാവ് എന്ന കൂട്ടായ്മയുടെ പേരിലും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വന്തം വരുമാനത്തിൽ നിന്നാണ് രോഗികളെ സഹായിക്കുന്നത്. സ്വദേശത്തും വിദേശത്തും സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉൾപ്പെടുന്ന യാത്രാ അനുഭവങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ട് മറ്റുള്ളവരുടെ പൊതുജനങ്ങളുടെ അറിവിലേക്കായി അത് പ്രസിദ്ധീകരിച്ചു വരുന്നു. ഔദ്യോഗിക മേഖലയിൽ കാഴ്ചവെച്ചിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് നന്ദിനി, തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശി, നർത്തകി. ഭരതനാട്യത്തിന് പുറമെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഒഡീസി, കഥക്, കഥകളി എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. 22 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. 500-ലധികം വേദികളിൽ നൃത്താർച്ചന നടത്തിയിട്ടുണ്ട്. പ്രധാന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അനവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ വേദികളിൽ മത്സരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. വിധികർത്താവായി പോകുന്നുണ്ട്. നാവായിക്കുളം മലയാള വേദിയിൽ നൃത്തവുമായി ബന്ധപ്പെട്ട പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ കുച്ചിപ്പുടി ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. ദൂരദർശൻ B ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. 14 വർഷമായി തിരുവനന്തപുരം നാവായിക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗൗരി ശങ്കരം ശാസ്ത്രീയ നൃത്ത വിദ്യാലയത്തിൻ്റെ ഡയറക്ടറും അവിടുത്തെ അധ്യാപികയുമാണ്. 2 വർഷമായി ഗൗരി ശങ്കരത്തിൻ്റെ ബ്രാഞ്ച് വർക്കല അയിരൂരിലും പ്രവർത്തിച്ചു വരുന്നു. നാവായിക്കുളം മലയാളി വേദിയുടെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ ഡോക്ടർ റെജി, ഹരിപ്പാട് സ്വദേശി, 2005 മുതൽ ന്യൂലാൻഡ് ഫുഡ്സ് എന്ന കൺഫെക്ഷണറി സ്ഥാപനം തുടങ്ങി. സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ റെജിയുടെ മേൽനോട്ടത്തിൽ ഭക്ഷ്യമേഖലയിലെ വളർച്ചയും മാർക്കറ്റ് ലീഡർഷിപ്പും ഉറപ്പാക്കിക്കൊണ്ട് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തനക്ഷമത, ഉപഭോക്തൃ സന്തോഷം, വരുമാന വർധന എന്നിവയ്ക്കായി സ്ട്രാറ്റജിക് പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പാക്കി അതിൻ്റെ പ്രധാന പങ്കാളിയുമായി മാറി. നവീകരണങ്ങൾ ശക്തിപ്പെടുത്തി വിപണി വിപുലീകരിക്കുകയും ബ്രാൻഡ് ദൃശ്യത ഉയർത്തുകയും ചെയ്തു. വ്യാപാര മേഖലയിൽ സമഗ്രമായ അനുഭവ സമ്പത്തോടും ദൂരദർശിത്വമുള്ള കാഴ്ചപ്പാടോടും കൂടി വിവിധ വ്യവസായ മേഖലകളിൽ വിജയകരമായ സംരംഭങ്ങൾ സ്ഥാപിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. വ്യവസായ മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ PS മാഹിൻ, കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി, ഔഷധരഹിത ചികിത്സയായ അക്യുപങ്ചർ തെറാപ്പിയിൽ 5 വർഷമായി ചികിത്സകനായും അധ്യാപകനായും സേവനം നടത്തി വരുന്നു. 3 ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് ചികിത്സകൾ നടത്തി ശാരീരികവും സാമ്പത്തികവുമായി തകർന്നവരെ വളരെ ചിലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ പരമ്പരാഗത ചികിത്സകൾ കണ്ടെത്തി അവർക്ക് ആശ്വാസം നൽകി വരുന്നു. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ 5 ബാച്ചുകളിലായി സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട 100 കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. ഭാരത് സേവക് സമാജിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നടത്തിവരികയാണ്. 2006 മുതൽ നാച്ചുറൽ ലൈഫ് എന്ന പേരിൽ പ്രകൃതി ഭക്ഷണശാലയും പ്രകൃതി ജീവനവും ആരോഗ്യ ബോധവൽക്കരണവുമായി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. 500 സ്ത്രീകൾക്ക് സൗജന്യ ചികിത്സാ പഠനം എന്ന പദ്ധതിയിലൂടെ കേരളത്തിലുടനീളം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഔഷധരഹിത തെറാപ്പികൾ 3 മാസത്തെ ഓൺലൈൻ കോഴ്സായി നടത്തി അത് വളരെയധികം വിജയകരമാക്കി മാറ്റി. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്രീകുമാർ V, കരുനാഗപ്പള്ളി ആലുംകടവ് സ്വദേശി, കഥാകൃത്ത്, സംവിധായകൻ, അഭിനേതാവ്. ധാരാളം നാടകങ്ങളിൽ അഭിനയിക്കുകയും നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററികൾ, ആൽബങ്ങൾ എന്നിവയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഹസ്ബൻഡ്സ്, സുഖമായിരിക്കട്ടെ, 6 അടി എന്നീ സിനിമകളിലും ബ്രേക്കിംഗ് ന്യൂസ്, അമ്മ കരയരുത്, ലയം എന്നീ ഷോർട്ട് ഫിലിമുകളിലും ദേവി മഹാത്മ്യം, മാധവം എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ തിരുമ്പി വന്താൻ തമ്പി, ചെണ്ടക്കാരൻ വേലാണ്ടി എന്നീ തെരുവ് നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. കേരള ഗ്രാമവികസന വകുപ്പിൽ ജോയിൻറ്റ് വീഡിയോ ആയി വിരമിച്ചു. കലാസാംസ്കാരിക മേഖലയിൽ സജീവമാണ്. നിരവധി കലാകാരന്മാരെ അഭിനയ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. കലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ പുരസ്കാരം, ഇന്റർ കോളേജ് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം, കരുനാഗപ്പള്ളി ആർട്ട് സൊസൈറ്റി പുരസ്കാരം തുടങ്ങി നിരവധി ആദരവുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പുതിയ സിനിമയിലും ആൽബത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേഷ് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശി, ഹൈസ്കൂൾ തലം മുതൽ കഥകൾ എഴുതി തുടങ്ങി. 2016 ദമാം സാംസ്കാരിക വേദിക്ക് വേണ്ടി ഒറ്റക്കൈയുള്ള സൈരന്ധ്രി എന്ന നാടകം രചിച്ചുകൊണ്ട് നാടകരംഗത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ സ്ഥാപകരിൽ ഒരാളായി പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വന്നു. ഏറെ പ്രശസ്തമായ ചാറ്റൽ മഴയത്ത്, ഇമ്മിണി വല്യ 1 എന്നീ നാടകങ്ങളുടെ ചുക്കാൻ പിടിച്ചു. പള്ളിപ്പുറത്തമ്മ, ഒരു കൊച്ചു സ്വപ്നം തുടങ്ങിയ അനവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കന്നിപ്പൂവ് ഉൾപ്പെടെ ശ്രദ്ധേയമായ 7ഓളം മ്യൂസിക് ആൽബങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട്. 6 വരി പുഴ, മല്ലി, ഗസറ്റഡ് യക്ഷി തുടങ്ങി ചെറുകഥകൾ, അതുപോലെ 2 നോവലുകൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രഷറി അക്കൗണ്ടൻ്റായി ജോലി നോക്കി വരുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുധാകരൻ UN, വയനാട് കൽപ്പറ്റ സ്വദേശി, സാഹിത്യകാരൻ. നിരവധി കവിതകൾ മാസികകളിലും വാരികളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്ഷരപ്പാടം എന്ന കവിതാ സമാഹാരം സ്വന്തമായി പ്രസിദ്ധീകരിച്ചു. കവിതകൾ കൂട്ടിയിണക്കി മാതൃഭൂമി ബുക്സ് പുതിയൊരു കവിതാ സമാഹാരം പുറത്തിറക്കാൻ പോവുകയാണ്. മംഗളം വാരികയിൽ മിനി കഥകൾ എഴുതുന്നു. ധാരാളം മുൻനിര മാധ്യമങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി നോക്കുന്നു. മാതൃഭൂമി സ്റ്റഡി സർക്കിൾ യൂണിറ്റ് പ്രസിഡന്റ്, ജയപ്രകാശ് പഠനകേന്ദ്രം വയനാട് സെക്രട്ടറി, കേരള വിദ്യാർത്ഥി ജനതയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, കേരള ഹെൽത്ത് സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി,
ഹെൽത്ത് ഇൻസ്പെക്ടർ യൂണിയൻ വയനാട് ജില്ലാ സെക്രട്ടറി എന്നിങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ പത്മപ്രഭ ഗ്രന്ഥാലയം കൽപ്പറ്റ, നവോദയ വായനശാല കമ്പളക്കാട് എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു വരുന്നു. വയനാട് ഐക്യപ്പുറം എന്ന സന്നദ്ധ സംഘടനയുടെ സ്വാഭിമാൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.